എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് ഭവാനി ഒരു ആളില്ലാത്തൊരു സ്ഥലത്ത് ഒരു വാടക കൊണ്ടതിനെ കാത്തിരിക്കാട്ടോ. ആ ഒരു സ്ഥലത്തിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഒരു മതിലിന്റെ സൈഡിൽ ചേർന്ന് അച്യുതനും ഇവരെല്ലാം വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അച്യുതൻ ഒളിഞ്ഞു നിന്ന് ഇവർ സംസാരിക്കണം കേൾക്കാൻ വേണ്ടി അവിടെ നേരത്തെ വന്ന് നിൽക്കുവാട്ടോ. അങ്ങനെ ഭവാൻ അന്വേഷിച്ച് നിന്ന് ആ ഒരു വാടക കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അയാള് വേഗം തന്നെ ഭവാന്റെ അടുത്തേക്ക് വരുവാണ്. എന്താ മേഡം അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അച്യുതൻ അയാളുടെ മുഖം പതിക്കൊന്ന് ഒളിഞ്ഞു നോക്കണ്ട. ഈശ്വര, ഇയാൾ ആ വാടക കൊണ്ടല്ലേ, ഇവരെന്തിനെ ഇയാളിപ്പോ വിളിച്ചതെന്തോ എന്ന രീതിയിൽ അച്യുതൻ ഇങ്ങനെ ഒരു സംസാരിക്കണ കേട്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, 22 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭർത്താവ് മരിച്ചിരുന്നു. എന്റെ ഭർത്താവും ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തതിന് ഞാൻ പകരം വീട്ടാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തിയിരുന്നു. അഭിരാമിനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കിഡ്നാപ്പ് ചെയ്യുകയായിരുന്നു. ഒരു 2.5 വയസ്സുകാരി അഭിരാമി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങാട്ടോ. 2.5 വയസ്സുള്ള അവളെ ഞാൻ മൂന്നാറിന്ന് നേരെ കൊണ്ടുപോയത് കോട്ടയത്തേക്കാണ്. അപ്പൊ ആ ഗുണ്ട ചോദിക്കുന്നുണ്ട്, കോട്ടയത്തേക്ക് എന്തിനാ മേഡം കൊണ്ടുപോയത്? കോട്ടയത്താണ് ഞങ്ങളുടെ ഫാർമസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു വാടക വീട് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാനും സാഗറും നിൽക്കുന്നുണ്ടായിരുന്നത്. സാഗറിന്റെ മരണം സംഭവിച്ചതും ആ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ 2.5 വയസ്സുകാരി അഭിരാമിനെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് നേരെ കൊണ്ടുപോയത് അവിടേക്കായിരുന്നു. അവിടെ കൊണ്ടുപോയതിനു ശേഷം അഭിരാമിനെ വല്ലാത്ത പീഡനങ്ങളും ക്രൂരതകളും ആണോ ഈ ഭവാനി ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കില്ല, ഇരുട്ട് റൂമിൽ കിടത്തുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഭവാനി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഭവാനി പറയുന്നുണ്ട്, അന്ന് എന്നെ കാണാൻ വേണ്ടി അച്യുതൻ വന്നിരുന്നു. അച്യുതനോ? അതാരാ മേഡം? അത് ഞങ്ങളുടെ ഫാർമസിയിലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. അയാൾക്ക് ആ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കമ്പനി പൂട്ടിയപ്പോൾ അയാൾക്ക് വരുമാന മാർഗം നിന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അയാൾക്ക് സഹായം ചോദിക്കാൻ വേണ്ടി എന്നെ അന്വേഷിച്ചിട്ട് അയാള് അന്ന് ആ വാടക വീട്ടിൽ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ കഥ കാണിച്ചു തരാൻ നമ്മളെ. അങ്ങനെ ഭവാനി ഈ അഭിരാമിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയായിരിക്കും. പക്ഷെ അഭിരാമി കഴിക്കില്ല. അപ്പൊ ഭവാനി വഴക്ക് പറഞ്ഞിട്ട്, എന്താടി നിന്റെ തള്ള തന്നാ മാത്രമേ നീ കഴിക്കുള്ളൂ, ഞാൻ തന്നാ നീ കഴിക്കലടി, വിശപ്പുണ്ടെങ്കിൽ കഴിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം തീറ്റിക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്താണ് പുറത്ത് ആരോ വന്ന ശബ്ദം ഭവാനി കേൾക്കണത്. വേഗം ആ ഭക്ഷണം കൊടുത്തിരുന്ന പാത്രം അഭിരാമിയുടെ മുൻപിലേക്ക് വെക്കാണ്. വേണമെങ്കിൽ എടുത്ത് കഴിക്കടി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഭവാനി നേരെ വാതിൽ തുറക്കാണ്. വാതിൽ തുറക്കുമ്പോ കാണുന്നത് അച്യുതനെയാണ് കേട്ടോ. ഇതാര്? അച്യുതനോ? താനെന്താ ഈ സമയത്ത്? മേഡം, ഞാൻ മേഡത്തിനെ കാണാൻ വേണ്ടി വന്നതാ. അതെന്താടോ? എന്തു പറ്റി? തനിക്കിപ്പോ ഓട്ടോ ഒന്നും ഇല്ലേ? എനിക്കങ്ങനെ ഓട്ടോ ഒന്നും ഉണ്ടാവാറില്ലല്ലോ മേഡം. നിങ്ങളുടെ ഫാർമസിയിലെ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണല്ലോ ഞാൻ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. എന്റെ കുടുംബം ആ മാർഗത്തിലൂടെ മേഡം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഫാർമസി പൂട്ടിയിട്ടോണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല മേഡം എന്ന് പറയാണ്. ഫാർമസി ഇപ്പോഴെങ്ങാനും തുറക്കോ മേഡം? അറിയില്ലടോ, പോലീസ് വന്ന് സീല് ചെയ്തതല്ലേ, ഒന്നും അറിയില്ല മേഡം. എനിക്കിപ്പോ ഈ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വണ്ടി ആകെ പോയി മേഡം. ഇപ്പൊ ഒരു പുതിയ വണ്ടി എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് മേടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല. മേഡം എന്തെങ്കിലും പൈസ ഒന്ന് സഹായിക്കാവോ? അപ്പൊ ഭവാനി പറയുന്നുണ്ട്, എടോ എന്റെ കയ്യിൽ പൈസയും കാര്യങ്ങളും ഒന്നും ഇല്ലടോ. ഞാൻ സാഗറിന്റെ കുടുംബമായിട്ട് തെറ്റിയിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ. പിന്നെ കയ്യിലുള്ള പൈസയൊക്കെ ഫാർമസിക്ക് വേണ്ടി ചെലവാക്കി എല്ലാ പൈസയും തീർന്നു. എന്നാലും താൻ ടെൻഷനൊന്നും ആവണ്ട. താൻ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ വാ, ഞാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. ശരി മേഡം, വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ട് അച്യുതൻ അവിടെ നിന്ന് പോകാണ്. ശേഷം ഭവാനി ആ ഗുണ്ടെടുത്ത് പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അയാളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. അയാൾക്ക് ഞാൻ 15 ലക്ഷം രൂപ പുതിയ വണ്ടി മേടിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞു. അയാള് എന്ത് സഹായം വേണ്ടി ചോദിച്ചപ്പോ ഞാൻ 2.5 വയസ്സുകാരി അഭിരാമിനെ കൊല്ലണോന്ന് പറഞ്ഞു. ആദ്യം അയാള് സമ്മതിച്ചില്ല. പിന്നെ 15 ലക്ഷം രൂപ തരാം, പുതിയ വണ്ടി മേടിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാളെ നിർബന്ധപ്പെടുത്തി. അതിലയാൾ വീണു. അയാൾ അങ്ങനെ 2 ദിവസത്തിന് ശേഷം എന്നെ വീണ്ടും കാണാൻ വന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കഥ കാണിക്കുകയാണ്. അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴേക്ക് അച്യുതൻ വീണ്ടും ഭവാനിനെ കാണാൻ വേണ്ടി ആ വാടക വീട്ടിൽ പോകുന്നുണ്ട്. ഭവാനി ചോദിക്കണ്ടേ, എന്താ അച്യുത ഞാൻ പറഞ്ഞ കാര്യം ഡീലല്ലേ, ഓക്കെ അല്ലേ? അവളെ കൊല്ലുമല്ലോ അല്ലേ? വല്ല മലമുകളിന്നോ വല്ല പുഴയിലോ കിണറ്റിലോ എവിടെയെങ്കിലും എറിഞ്ഞാൽ മതി. തനിക്ക് തരാനുള്ള 15 ലക്ഷം രൂപ തന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തരാം. പിന്നെ കൊന്നു കഴിഞ്ഞാൽ തെളിവ് കാണിക്കണം. ശരി മേഡം എന്ന് പറയാണ്. അങ്ങനെ ഭവാനി അകത്തേക്ക് പോകുകയാണ്. എന്നിട്ട് 2.5 വയസ്സുകാരി അഭിരാമിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അഭിരാമിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ അച്യുതന് ഭയങ്കര ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നാട്ടോ. ആ കുഞ്ഞൊന്ന് എടുക്കാൻ വരെ അച്യുതനെ തോന്നണം. അച്യുതൻ വേഗം തന്നെ കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട്. മോളെ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവളെ കൊന്ന് തെളിവ് കാണിച്ചാൽ മാത്രമേ 15 ലക്ഷം രൂപ തന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുള്ളൂ. ശരി മേഡം, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അച്യുതൻ അഭിരാമിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ശേഷം ആ ഗുണ്ടയുടെ അടുത്ത് നമ്മുടെ ഭവാനി കഥ പറഞ്ഞത് കഴിഞ്ഞു കേട്ടോ. ഭവാനിയുടെ ആ ഗുണ്ട ചോദിക്കണ്ടല്ല മേഡം, എന്റെ അഭിരാമിനെ അയാൾ കൊന്നോ? അയാൾ തെളിവ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കാർ ഇടിപ്പിച്ച് കൊല്ലേണ്ട പോലത്തെ ഒരു ഭാഗമില്ലേ, അതിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഗുണ്ട ചോദിക്കണ്ടല്ല മേഡം, ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ അയാളെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ഇവിടെ ഈ നഗരത്തിൽ വെച്ച് കണ്ടു.
എന്നെ കണ്ടപ്പോ എവിടെയോ ഓടി മറയ്ക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അയാൾ ഒരിക്കലും സാഗറിന്റെ വീട്ടുകാരെ കാണാൻ പാടില്ല. ഞാൻ അഭിരാമിനെ കൊല്ലാൻ കൊണ്ടുപോയ കാര്യവും അയാൾക്ക് കൊല്ലാൻ കൊടുത്ത കാര്യമൊക്കെ അയാൾ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരിക്കലും എന്റെ സ്വപ്നങ്ങളും ഞാൻ വിചാരിച്ച പോലെ ലൈഫ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉത്തരവാദിത്തോടെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. ആ അച്യുത് എന്ന് പറഞ്ഞ ആള് ഇവിടെ എവിടെ ഉണ്ടെങ്കിലും ഒരു ടാക്സി ഡ്രൈവറാണ്, എവിടെ ഉണ്ടെങ്കിലും താൻ അയാളെ കണ്ടുപിടിച്ചിരിക്കണം എന്ന് പറഞ്ഞു. ശരി മേഡം, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ട അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം കേട്ടിട്ട് അച്യുതനാകെ ടെൻഷനായിട്ട് അച്യുതനോട് അങ്ങനെ പമ്മിയിരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സംഗീതനെയാണ്. സംഗീതയും ഭർത്താവും കൂടി കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് നടന്നു വരുന്ന സമയത്ത് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി ചോദിക്കേണ്ട അല്ല എന്താണ് ഭയങ്കര സംസാരമാണല്ലോ രണ്ടുപേരും, അല്ല നിനക്ക് കമ്പനി കാര്യങ്ങളും നോക്കാനില്ലേടാ എന്ന് ചോദിക്കുമ്പോ അമ്മേ ഞാൻ നോക്കുന്നുണ്ട്. ശരിയാ ശരിയാ, ഫയൽസും കാര്യങ്ങളും ഒക്കെ നോക്കി നീ ഭയങ്കര തിരക്കാണല്ലോ, പക്ഷെ 24 മണിക്കൂറും ഇവിടെ കുറ്റി പോലെ നിൽക്കുകയും ചെയ്യും. അമ്മേ അത് പിന്നെ ഒന്നും പറയൊന്നും വേണ്ട. അല്ല സംഗീത, നീ അഞ്ജനനെ വിളിച്ചിരുന്നോ? അവള് വരാന്ന് പറഞ്ഞോ? അത് ഞാൻ ഭവാനിയുടെ അടുത്ത് പറഞ്ഞിരുന്നു അമ്മേ. കൊള്ളാം, ഭവാനി എന്താ നിന്റെ വേലക്കാരത്തിയോ? എടി അഞ്ജന ഇവിടുത്തെ കൊച്ചുമകൾ മാത്രല്ല, നാളെ നിന്റെ മരുമകളാവാൻ പോകൂടി ചെയ്യാ. അപ്പൊ അതുകൊണ്ട് അവളെ വിളിക്കണ ഒരു കുഴപ്പമില്ല, ഞാൻ വിളിക്കാമേ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സത്യൻ അവിടേക്ക് വരുന്നുണ്ട്. സത്യം വന്നല്ലോ, അവൻ ചിലപ്പോ അജയനോട് സംസാരിച്ച് കാണുമായിരിക്കും. എന്താണ് മോനെ സത്യ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് സുഖമല്ലേ? കുഴപ്പമില്ല അമ്മേ. അത് കേട്ട് സംഗീതയുടെ ഭർത്താവ്, അത് അജയുടെ അച്ഛൻ ചോദിക്കണ്ടേ, അളിയനിപ്പൊ മാനസമയിനെ വരൂ എന്ന് പറഞ്ഞ പാട്ടും പാടിക്കൊണ്ട് നടക്കാനല്ലോ എന്ന് കേട്ടത്. എന്താളിയാ ഞാൻ ആ പാട്ട് പാടിയ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സംഗീത പറയണ്ടേ, ഏട്ടൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. അല്ല അജയന്റെ കാര്യം ചോദിച്ചായിരുന്നു? അജയനോട് സംസാരിച്ചായിരുന്നു ഏട്ടൻ? ഞാൻ സംസാരിച്ചു എന്ന് പറയാണ്. ഇത് കേട്ട് ഭവാനിയും അവിടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കണ്ടേ എന്താടാ, എന്നിട്ട് അജയ് എന്തു പറഞ്ഞു അഞ്ജനയുടെ കാര്യം? അമ്മ അവനോട് പറഞ്ഞപ്പോ അവനോട് തണുത്ത നയമാണ്, അവന് കുറച്ചുകൂടി സമയം കൊടുക്കണതാ നല്ലത്. ഇത് കേട്ട് ഭവാനി ചോദിക്കണ്ട്, അല്ല ശരിക്കും സമയം വേണ്ടത് അജയ്ക്കാണോ അത് സത്യനാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല എന്റെ മകൾ അഞ്ജലിനെ വിവാഹം കഴിക്കാൻ അജയ് വിവാഹം കഴിക്കണേ, സത്യന് ചിലപ്പോ കുറച്ച് ഇഷ്ടക്കുറവ് ഉണ്ടാവുമല്ലോ, അത് മുടക്കാനുള്ള സമയമാണോ സത്യൻ ചോദിക്കണത് എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശിയുടെ മുഖം ആകെ മാറുവാട്ടോ. സത്യനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കാണ്. അപ്പൊ മുത്തശ്ശി പറയുന്നത്, നീ എന്തൊക്കെയാ ഭവാനി പറയണത്? നോക്ക്, പിള്ളേർക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമാവാണെന്ന് പറയുകയാണെങ്കിൽ ആ വിവാഹം ഞാൻ നടത്തിയിരിക്കും, അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്ന നമ്മുടെ അഞ്ജനേനെയാണ്. അങ്ങനെ അഞ്ജന വീട്ടിലേക്ക് വരുന്നുണ്ട്. മൂക്കിലെ കമ്മലൊക്കെ ഇട്ടിട്ട്, മൂക്കിലിങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട്, പിന്നെ കാതിലൊക്കെ കുറെ കമ്മലൊക്കെ തൂക്കി മോഡേൺ ആയിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് പുള്ളിക്കാരത്തിന് ഒരു എൻട്രി കാണിക്കുന്നുണ്ടെന്ന്. അതിനുശേഷം പിന്നീട് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സംഗീതയുടെ ഭർത്താവിന്റെ അടുത്ത്, അല്ലടാ നിന്റെ റബ്ബർ തോട്ടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലെ? അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടാമേ, പക്ഷെ കുറച്ചിപ്പോ ഒരു നഷ്ടത്തിലാണ്. അതെന്താടാ? അത് ഇപ്പൊ റബ്ബറിന്റെ വില കുറഞ്ഞല്ലോ അമ്മേ എന്ന് സംഗീത പറയുമ്പോ, അതെ അതെ അതെ, ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ഈ ഭാര്യ ഉണ്ടല്ലോ. അല്ലടാ സത്യ, നിന്റെ മൂന്നാറിലെ എസ്റ്റേറ്റ് ഒക്കെ എങ്ങനെ പോകുന്നു? അതിന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കുന്നുണ്ടല്ലോ അല്ലെ? റിസോർട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? അമ്മേ അതൊക്കെ മാനേജർ നോക്കുന്നുണ്ട്. കൊള്ളാം, എല്ലാം നീ മാനേജർ ഏൽപ്പിച്ചിരിക്കുകയാണോ? നിനക്കൊന്ന് അവിടെ പോയി അന്വേഷിച്ചാൽ എന്താടാ സത്യ? അമ്മേ അമ്മക്കറിയാലോ, സുമിത്രുള്ള സമയത്ത് എല്ലാ 3 മാസം കൂടുമ്പോഴും അവൾ അവിടെ പോയി റിസോർട്ടിൽ പോയി നിൽക്കുമായിരുന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ അഭിരാമിനെയും കൂട്ടിക്കൊണ്ട് അവള് പോവാണത്. അവസാനം അവള് പോയപ്പോഴാണല്ലോ അഭിരാമി മിസ്സായത്, പിന്നെ അവളെയും കാണാതായി. അതേ പിന്നെ ഞാനും അങ്ങോട്ട് പോവാറില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെയാണ് അഞ്ജന അവിടേക്ക് വരുന്നത്. അപ്പൊ അഞ്ജന വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ അഞ്ജന നമ്മുടെ അജയടുത്ത് ചോദിക്കേണ്ട, അജയ് നിനക്ക് എന്നോട് ക്രഷ് ഒന്നും തോന്നണില്ലേ? ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് അജയ് പറയുമ്പോ, ഇനി തോന്നണതിന്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന അച്യുതനെയാണ്. അച്യുതൻ ഭൂമിയെടുത്ത് പറയുന്നുണ്ട്, മോളെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോയാലോ? അതെന്താ അച്ഛാ? ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലെന്തോ വെപ്രാളം പോലെ, ഒരു വിഷമം പോലെ, ടെൻഷൻ പോലെ, നമുക്ക് ഇവിടെ നിന്ന് പോവാൻ മോളെ എന്ന് പറയാണ്. അച്ഛാ ഞാനില്ലേ അച്ഛന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഭൂമി നമ്മുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.